ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ സ്വർഗം തീർക്കാൻ മലയാളിക്കൊരു സൂപ്പർ ബമ്പർ, മലയാളിക്കൊരു സൂപ്പർ ബമ്പർ. മനം നിറച്ച് കൈ നിറച്ച് കൈയടിച്ച് കപ്പടിച്ച് ചിരി നിറച്ച് കണ്ണിറച്ച് പൊടി പാറിയ പൊടി പൂര സൂപ്പർ ബമ്പർ. സൂപ്പർ ബമ്പർ co-powered by Parle Hide and Seek Choco Chip Cookies. സി കേരളം സൂപ്പർ ബമ്പറിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ നിൽക്കുന്നത് KMM കോളേജ് തൃക്കാക്കരയാണ്. നിങ്ങൾക്ക് ഇവിടുത്തെ സെറ്റപ്പ് ഒക്കെ കണ്ടപ്പോൾ ഏകദേശം മനസ്സിലായല്ലോ ഒരു കാര്യങ്ങളല്ലേ. ഇവിടെ വന്നപ്പോൾ എന്ന് പറയുന്നത് ഇവിടുത്തെ കുട്ടികളുടെ ഒരു എനർജി കൊടും ഭീകരമായി. എനർജി ഒന്ന് കാണിച്ചേ. ഇതാണ് എനർജി എന്ന് പറയുന്നത്. വളരെ രസകരമായിട്ടുള്ള ഒരു കോളേജാണ്. KMM കോളേജിലെ ഭീകരന്മാരും ഭീകരികളും എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഭീകരന്മാരെയൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലേ. എന്താ പേര്? ഭീകര ലബീബ്. ലബീബ് എന്തിനാ പഠിക്കുന്നത്? ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. കട്ടഫ്രീക്കാണ്. ഭീകരനാണ്. ചെറിയൊരു എവിടെ വീട് എവിടെയാണ്? അരൂര്. എന്താ മോളെ പേര്? ഏഞ്ചൽ. ഏഞ്ചൽ ആണ്. പാവം അല്ലേ ഏഞ്ചല്? അയ്യോ ചിരിച്ചു കളഞ്ഞു, നശിപ്പിച്ചു എന്റെ ദൈവമേ. നല്ല ചിരിയാട്ടോ. ഓക്കെ, മോടെ പേര്? അസ്ന. അസ്ന. എന്തിനാ പഠിക്കുന്നത്? ഫാഷൻ ഡിസൈനിങ്. ഫാഷൻ ഡിസൈൻ ആണ്. ആഹാ. എന്താ പേര്? ആതിഫ്. ആതിഫ്. അപ്പുറത്തോട്ട് ചെന്നില്ലേ അവര് വിഷയം ഉണ്ടാക്കും. എന്താ പേര്? മേരി. മേരി. മേരിക്കൊണ്ടൊരു കുഞ്ഞാട്. എവിടെ മേരിയുടെ വീട്? എരൂര്. വീട്ടിലാരൊക്കെ ഉണ്ട്? പപ്പ, അമ്മ, ചേട്ടാ, ചേച്ചി. എല്ലാരും ഉണ്ട്. മോടെ പേര്? ഭാവന. ഭാവന. എന്നാ ഉണ്ട് വിശേഷമൊക്കെ? സുഖം. സുഖമായിട്ടിരിക്കുന്നു. പേരെന്താ? ഹാലി. ഹാനി. വീട് എവിടെയാണ്? പാലാരിവട്ടം. എവിടെ എന്തിനാ പഠിക്കുന്നത്? BBA. എത്ര വർഷം? ഫസ്റ്റ് ഇയർ ആണ്. നിങ്ങളെല്ലാം ഫസ്റ്റ് ഇയർകാരാണോ? മോള് വന്നിട്ട് പാട്ട് പാടുന്നു ഞാൻ അറിഞ്ഞല്ലോ. ഞാൻ അറിഞ്ഞു. ഇപ്പൊ ഒന്ന് പാട്, രണ്ടുപേര് പാട്. ആരാ അവിടുത്തെ മെയിൻ പാട്ടുകാരി? ആസ്ഥാന പാട്ടുകാരി ആരാ? മോള് പാടും അല്ലേ? പാടും. രണ്ടുപേര് പാട്. എന്തേലും പാട്ടെ. ഒന്ന് കൈ. മോടെ പേരെന്താ? ആസിയ. അപ്പൊ ആസിയ നന്നായിട്ട് പാട്ട് പാടുമെന്നാ പറഞ്ഞ. നമുക്കൊന്ന് പാടിച്ചാലോ? നല്ലതാണെങ്കിൽ നിങ്ങൾ കൈയടിച്ചോണം. മോശമാണെങ്കിൽ പോരാ. മോശമാണെങ്കിൽ കൂവണം. അപ്പൊ ആദ്യമായിട്ട് എല്ലാരും ഒന്ന് കൂവിക്കേ. ഒന്ന് കൈയടിച്ചേ. ആസിയ തുടങ്ങാ. റെഡി? ആരും മിണ്ടരുത്. തുടങ്ങി ആസിയ. മേലെ മാനത്തെ താരകൾ മിന്നുന്നു, ഓർമ്മകൾ ഉണരുന്നു, മനമുരുകുന്നു. പ്രിയനേ നീ എന്നു വരും, നിഴലായി ഞാൻ കൂടെ വരാം, കുളിർ മഞ്ഞിൻ കാറ്റായി തഴുകാമോ. നന്നായിട്ട് പാടി, ഗംഭീരമായിട്ട് പാടി. ഇനി KMM കോളേജിലെ ചുണ്ടക്കുട്ടികൾ. പേരെന്താ? അജാസ്. അജാസിന്റെ ഉള്ളിലൊരു നല്ല കാമുകൻ ഉണ്ടെന്ന് തോന്നല്ലേ? കണ്ടോ? നോക്കിയേ. ഇല്ലേ? അജാസിനെ നോക്കിയേ. ഉണ്ടോ അജാസേ? ഉണ്ട്. അതാണ് ആ സമ്മതിക്കാനുള്ള ഒരു ഗഡ്സ് ആണ് അജാസേ. അപ്പൊ ഒരു പ്രണയഗാനം നമുക്കൊന്ന് വെച്ച് കീച്ചാലോ? അങ്ങ് വാരി എറുക. റെഡി? തുടങ്ങിയോ? ഓരോ രാവും പകലുകളായിതാ, ഓരോ നോവും മധുരിതമായിതാ, നിറമേഴും ചിരിയോടെ ഒളിമായ മഴവില്ലായി ഇനി എൻ വാനിൽ തിളങ്ങി നീയേ, ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുമ്പേ വന്നു, ആത്മാവിനുള്ളിൽ ഈറൻ തൂമഞ്ഞായി തോരാതെ പെയ്തു നീ. സൂപ്പർ. പേരെന്താ? മുഹമ്മദ് ഇല്യാസ്. എന്താ? കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു 1.5 മുതലാ. എവിടെയാ വീട്? കൊച്ചിയിൽ. എവിടെ? കൊച്ചി മട്ടാഞ്ചേരി. ഞാൻ പറഞ്ഞില്ലേ മുറ്റ അല്ലേ? ഫസ്റ്റ് ഇയർ ആണോ അവിടെ? എന്ത് പാട്ട് പാടുവോ? പാട്ടൊക്കെ പാടും. എന്ത് ചെയ്യും? രണ്ടുപേരും പഠിക്കുന്നത് ഏതിലും പാടും. ചെട്ടികുളങ്ങര ഭരണിനാള് ഉത്സവം കണ്ടു നടന്നപ്പോൾ കുപ്പിവളകരക്കുള്ളിൽ ചെപ്പിവളകിടക്കിടയിൽ ഞാൻ കണ്ടൊരു പുഷ്പമിയുടെ തേരോട്ടം. സത്യത്തില് ഈ തേര ഓടി തുടങ്ങിയോ? ഇല്ല, ഇപ്പൊ ഓടണുള്ളൂ. എത്ര വരെ എത്തും?
ഇപ്പൊ ഓടി അവിടം വരെ എത്താൻ. ഏകദേശം സെറ്റായി. ഇന്നലെ- ഓക്കെ, ജിമ്മി പോകണ്ടോ? ഇല്ല, സിംഗിൾ എക്സസൈസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. 2 പുഷപ്പ് എടുക്കാവോ? എത്ര പുഷപ്പ് എടുക്കും? എത്ര എണ്ണം വേണേലും എടുക്കും. എത്ര എണ്ണം വേണേലും എടുക്കുന്ന അതാണ് ഇല്യാസിന്റെ പുഷപ്പാണ്. റെഡി, 1 2 3 കണ്ടല്ലോ അല്ലേ? ഇതാണ് ഞങ്ങളുടെ KMM കോളേജ്. താല്പര്യമുള്ളവർ ഇവിടെ വന്ന് പഠിക്കാം. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ എന്ന് പറഞ്ഞാൽ ഗംഭീര സുഹൃത്തുക്കളാ. അതൊക്കെയാണ് അതിന്റെ പ്രത്യേകത അല്ലേ? നമ്മുടെ കോളേജിന്റെ പ്രത്യേകത. ഫസ്റ്റ് ഇയർ അല്ലേ? ഫസ്റ്റ് ഇയർ ആയിട്ടുള്ളൂ. ഒരു അറപ്പുമില്ല ഉളിപ്പുമില്ല. നമ്മൾ ഇവിടുത്തെ പുലികളാണ്. സി കേരളം സൂപ്പർ ബമ്പറിൽ ഗെയിം തുടങ്ങാൻ സമയമായി. ആർക്കടിക്കും സൂപ്പർ ബമ്പർ എന്നറിയാൻ വേണ്ടി നമ്മൾ 5 പേരെയാണ് ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. സ്വാഗതം ചെയ്യാം 5 കണ്ടസ്റ്റന്റിനെ. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ സ്വർഗം തീർക്കാൻ KMM കോളേജിന്റെ അഭിമാന സ്തംഭനങ്ങളാണ് 5 പേര് വന്നിരിക്കുന്നത്. എന്താ പേര്? എന്റെ പേര് അൽത്താസ്. അൽത്താസ്. അജാസ്. അൽത്താസ്. അൽത്താസ് എന്തിനു പഠിക്കുന്നു? എംകോമിന് ഫസ്റ്റ് ഇയർ ആണോ? ഫൈനൽ ഇയർ ആണ്. അപ്പൊ ചാച്ചപ്പന അല്ലേ? എങ്ങനെയുണ്ട് നിങ്ങളുടെ കോളേജ് ഒക്കെ? എങ്ങനെയുണ്ട് കോളേജ്? തരക്കേടില്ല. തരക്കേടില്ലേ? അത്ര ഉള്ളോ? ഫസ്റ്റ് ഇയർ പിള്ളേരെ എങ്ങനെയുണ്ട് നമ്മുടെ കോളേജ്? അടുത്തയാളുടെ പേര് മറിൻ. മെറിൻ. എന്തിനാ മെറിൻ പഠിക്കുന്നത്? എംകോം ഫൈനൽ ഇയർ. നിങ്ങൾ ഫൈനൽ ഇയർ മാത്രമേ വന്നിട്ടുള്ളൂ ഇവിടെ? ഫസ്റ്റ് ഇയർ ഉണ്ട്. ഓക്കെ, മെറിൻ എങ്ങനെയുണ്ട് കോളേജ്? അടിപൊളിയല്ലേ കോളേജ്? മനസ്സിലായല്ലോ. ഈ റിസൾട്ട് മതി നമ്മുടെ കോളേജ് എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട്. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? ആൻമേരി. ശാലിനി ആയുള്ള പെൺകുട്ടിയാണോ? അതെ, മനഃപൂർവ്വം ഈ കോസ്റ്റ്യൂമിൽ വന്നതാണോ? എന്ത് ഈ കോസ്റ്റ്യൂമാണോ? സ്ഥിരം ഇങ്ങനെയാണ്. വീട് എവിടെയാ? ചമ്പക്കരയാണ്. ഇവിടെ എന്തിനാ പഠിക്കുന്നത്? എംകോമിനാണ് പഠിക്കുന്നത്. പാട്ട് പാടുവോ? ചെറുതായിട്ട്. മോൻ കണ്ടാലറിയാം പാട്ട് പാടുവോ? ഒന്ന് പാട്ട് പാടി പഠിപ്പിച്ചാലോ? കിളി വന്നു കുഞ്ചിയ ജാലകവാതിൽ കളിയായി ചാരിയതാരേ മുടിയിഴ കോന്തിയ കാറ്റിൻ മൊഴിയിൽ മധുവായി മാറിയതാരേ അവളുടെ മിഴിയിൽ കരിമഷിയാലെ കനവുകളെഴുതിയതാരേ നിനവുകളെഴുതിയതാരേ അവളെ തരളിതയാ. അടിപൊളി, നല്ല കയ്യടി. കൂവിയില്ല കേട്ടോ, ആരും കൂവിയില്ലല്ലോ. താങ്ക് യു. എന്താണ് പേര്? ഇത് എന്താണ് പേടിപ്പിക്കാൻ വേണ്ടി വന്നാണോ? എന്ത് സെറ്റപ്പ്? എന്തിനാ പഠിക്കുന്നത്? ബികോം ഫൈനൽ ഇയർ. ഫസ്റ്റ് ഇയറിന് ഇത്ര താടി വരുമോ? ഇവരെ നമുക്ക് റാഗ് ചെയ്താലോ? ഓക്കെ, എങ്ങനെയുണ്ട്? വീട് എവിടെയാണ്? വീട് ചേരാനല്ലൂരാണ്. അപ്പൊ അടുത്ത ആളെ പരിചയപ്പെടാം. എന്താ പേരെന്താ? ജസ്ന. എന്ത് ചെയ്യുന്നു? ഞാൻ ഫസ്റ്റ് ഇയർ ബി ഇംഗ്ലീഷ്. ഫസ്റ്റ് ഇയർ ബി ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് ആണ് തിരഞ്ഞെടുക്കപ്പെട്ട വിഷയം അല്ലേ? ഷേക്സ്പിയറിന്റെ എല്ലാം വായിക്കാറുണ്ട്, ബുക്കൊക്കെ വായിക്കാറുണ്ട്? തീരെയില്ല. അപ്പൊ ജാടയ്ക്ക് പറഞ്ഞോളൂ അല്ലേ? ഇഷ്ടപ്പെട്ട വിഷയം എന്താണ്? ഇഷ്ടപ്പെട്ട കാര്യം എന്താണ് ജീവിതത്തിൽ ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം? എനിക്ക് ആക്ടിംഗ് ഇഷ്ടമാണ്. പിന്നെ ആങ്കറിംഗ് ഇഷ്ടമാണ്. പിന്നെ ഡാൻസ് ഇഷ്ടമാണ്. അപ്പൊ നമ്മുടെ സൂപ്പർ ബമ്പറിന്റെ ഷോയില് പേരെന്താന്ന് പറഞ്ഞേ? ജസ്നയാണ് ആങ്കർ ചെയ്യുന്നെങ്കിൽ ഈ കോളേജിലെ അല്ല ജസ്ന പഠിക്കുന്നത്. ജസ്നെ എങ്ങനെ ഇവരെ ഇൻവൈറ്റ് ചെയ്യും? സൂപ്പർ ബമ്പർ തുടങ്ങാൻ പോവുകയാണ്. നമ്മുടെ പ്രോഗ്രാമിന്റെ ആങ്കർ ജസ്നയാണ്. നല്ലൊരു കയ്യടി. ആക്ഷൻ. ഹലോ എവരിവൺ, എന്തൊക്കെയുണ്ട്? ഒരു ഒച്ചയും ബഹളമൊന്നുമില്ലല്ലോ. ഓളം വരട്ടെ. ഓക്കെ, നമ്മളിന്ന് നിൽക്കുന്നത് KMM ആർട്സ് ആൻഡ് സയൻസ് കോളേജ് തൃക്കാക്കരയിലാണ്. ഇവിടുത്തെ എല്ലാ ചുണക്കുട്ടന്മാർക്കും പെൺകുട്ടികൾക്കും മൊഞ്ചത്തികൾക്കും മൊഞ്ചന്മാർക്കും എല്ലാവർക്കും ഒരു ബിഗ് സ്വാഗതം. അപ്പൊ ഗംഭീരമായിട്ട് ചെയ്തല്ലേ? ഭാവിയുണ്ട്. അടിപൊളി. അപ്പം നമ്മളെ കണ്ടല്ലോ, എല്ലാവരും പുലിക്കുട്ടികൾ തന്നെയാണ്. അപ്പം ഇവരിൽ നിന്ന് ആരാണ് സൂപ്പർ ബമ്പർ കളിക്കാൻ വരുന്നത് എന്ന് എനിക്കറിയില്ല. ഞാനൊരു ചോദ്യം ചോദിക്കും, അതിന് കറക്റ്റ് ആൻസർ ചെയ്യുന്നവർക്കായിരിക്കും ഇതിനകത്ത് എൻട്രി. പുറത്തുനിന്നുള്ളവർ ഇതിന് ഉത്തരം പറഞ്ഞു കൊടുക്കരുത്. ചോദ്യം ഇതാണ്:
ശ്രദ്ധിക്കുക, CID മൂസ എന്ന ചിത്രത്തിൽ ഹരിശ്രീ അശോകൻ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേരെന്താണ്? പറയൂ. എനിക്ക് കിട്ടുന്നില്ല, അറിയില്ല. കിട്ടില്ല. അറിയാമോ? തോരപ്പങ്കുച്ചുണ്ണി. തോരപ്പങ്കുച്ചുണ്ണി. എന്താണ്? അറിയില്ല. അറിയില്ല. കൊച്ചുണ്ണി. കൊച്ചുണ്ണി. ആദ്യം പറഞ്ഞ ആരാണ് കൊച്ചുണ്ണി? സനൂപ്. തീർച്ചയായിട്ടും ശരിയുണ്ട്. സി കേരളം സൂപ്പർ ബമ്പറിലേക്ക് സനൂപിന് സ്വാഗതം. ഏതായാലും പ്രേക്ഷകർക്ക് വേണ്ടി ഗെയിമിന്റെ നിയമാവലികൾ ഒന്ന് പറയുകയാണ്. സൂപ്പർ ബമ്പറിൽ 6 റൗണ്ടുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആദ്യത്തെ റൗണ്ടിൽ 120 സെക്കൻഡാണ് സമയം. 1000 രൂപയാണ് വിജയിക്ക് സമ്മാനമായി കിട്ടുന്നത്. രണ്ടാമത്തെ റൗണ്ടിൽ 100 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 2000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. മൂന്നാമത്തെ റൗണ്ടിൽ 80 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 3000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. നാലാമത്തെ റൗണ്ടിൽ 60 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 5000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അഞ്ചാമത്തെ റൗണ്ട് 40 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 10000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആറാമത്തെ റൗണ്ട് 20 സെക്കൻഡാണ് സമയം. സൂപ്പർ ബമ്പർ റൗണ്ട്. വിജയിയെ കാത്തിരിക്കുന്നത് സൂപ്പർ ബമ്പർ പ്രൈസായ 25000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 10000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. സി കേരളം സൂപ്പർ ബമ്പറിൽ മത്സരിക്കാനെത്തിയിരിക്കുന്നത് KMM കോളേജിന്റെ അഭിമാന താരം സനൂപാണ്. നല്ലൊരു കയ്യടി. ആദ്യത്തെ ഗെയിമിലേക്കാണ് സനൂപെ പോകുന്നത്. സനൂപ് റെഡിയല്ലേ? അപ്പൊ സനൂപിനെ കാത്തിരിക്കുന്നത് ഏത് മത്സരമാണ് എന്ന് നമുക്ക് നോക്കാം. 2 പെട്ടികൾ ഇവിടെ ഇരിപ്പുണ്ട്. ഒന്നിൽ പണപ്പെട്ടിയും രണ്ടാമത്തതിൽ എന്ത് പെട്ടിയാണ്? അതെന്ത് പെട്ടിയാണ്? അതാണ് പണിപ്പെട്ടി. സനൂപിനുള്ള 8ന്റെ പണി മുഴുവൻ അതിനകത്താണ് ഇരിക്കുന്നത്. ഈ പണിപ്പെട്ടിയിൽ നിന്നുള്ള പണി എടുത്തതിന് ശേഷം മാത്രമേ പണപ്പെട്ടിയിൽ നിന്നുള്ള പണം കിട്ടത്തുള്ളൂ. അപ്പൊ പണിപ്പെട്ടിയിൽ ഏത് പണിയാണ് സനൂപിനെ കാത്തിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. വന്നോളൂ സനൂപെ. സി കേരളം സൂപ്പർ ബമ്പറിൽ ആദ്യത്തെ ഗെയിമിൽ കളിക്കാനെത്തിയിരിക്കുന്ന സനൂപാണ്. സനൂപിനെ കാത്തിരിക്കുന്ന ഗെയിമിന്റെ പേരാണ് ഓറഞ്ച് വൈൻ. അപ്പൊ ഇന്നത്തെ ഗെയിം ഇതാണ്. ഇവിടെ ഒരു വൈൻ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഈ വൈൻ ഗ്ലാസിനകത്ത് ഓറഞ്ചിന്റെ തൊലി പൊളിക്കുക, വൈൻ പിഴിഞ്ഞൊഴിക്കുക, ഓറഞ്ചിന്റെ നീര് പിഴിഞ്ഞൊഴിക്കുക. വേറെ വേസ്റ്റ് ഒന്നും ഇതിനകത്ത് വരാൻ പാടില്ല. വേസ്റ്റ് ഇവിടെ വെക്കുക. 120 സെക്കൻഡിനുള്ളിൽ ഈ വൈൻ ഗ്ലാസ് നിറയ്ക്കണം ഓറഞ്ച് നീര് കൊണ്ട്. ഗെയിം മനസ്സിലായല്ലോ? അപ്പോൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഗെയിമിന്റെ പേരാണ് ഓറഞ്ച് വൈൻ. കളിച്ചുകൊണ്ടിരിക്കുന്നത് സനൂപാണ്. 120 സെക്കൻഡിനുള്ളിൽ ഓറഞ്ചിന്റെ നീര് കൊണ്ട് ഈ വൈൻ ഗ്ലാസ് നിറയ്ക്കുക. റെഡി? ഗെയിം സ്റ്റാർട്ട്. അതിവിദഗ്ധമായി. അയ്യോടാ പാവം, ഓറഞ്ചിന് വേദനിക്കും. 120 സെക്കൻഡ് സമയം. മാക്സിമം തകർക്ക്. തരിപ്പ് നോക്ക്. അടി പിടിക്കുക. ഗ്ലാസിനകത്ത് പിഴിഞ്ഞൊഴിക്കുക. സമയമില്ല. സമയം കൊണ്ടിരിക്കുകയാണ്. 120 സെക്കൻഡാണ് സമയം. അറിയുന്നില്ല. വൈൻ പ്ലേറ്റിലാണ് പോകുന്നത്. പിഴി സനൂപേ. അങ്ങോട്ട് പിഴി. അങ്ങോട്ട് വീട്ടിൽ പണിയെടുക്കായിരുന്നു ഇങ്ങനെയൊക്കെ ഇരിക്കും അല്ലേ? പിഴിഞ്ഞെടുക്കോ? സനൂപിനെ കുറിച്ച് അഭിപ്രായം? നിങ്ങളുടെ കൂടെയാണ് പഠിക്കുന്നത്? പാമ്പയിനെ തോന്നുന്നല്ലേ? അപ്പൊ സനൂപേ പിഴിയ നിറയും. പൊളിക്കങ്ങോട്ട്. ഓറഞ്ചിന് തൊലി പൊളിക്കാനാ പറഞ്ഞു. സമയം പോകുന്നു. തൊലി പൊളിക്ക്.
ഗംഭീരമായിട്ട് സനൂപ് കളിച്ചോണ്ടിരിക്കുകയാണ്. റെഡിയാക്കോ? പിന്നെ പൊളിക്കും. പൊളിക്കും. പൊളിച്ചാ പോരാ, പിടിച്ചൊഴിക്കണം. ബുദ്ധിമുട്ടുണ്ട്. ജീവിതത്തിൽ ഇതുവരെ ഒരു പണിയെടുത്തിട്ടില്ലായിരുന്നു. ആദ്യമായിട്ട് അറിയട്ടെ. സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നുകൂടെ പിഴിഞ്ഞോ, നിറച്ചു പിഴിയ. അതുകൊണ്ട് നിറയും, ഉറപ്പായിട്ടും നിറയും. കേരളം സൂപ്പർ ബമ്പറിൽ ആദ്യത്തെ ഗെയിമിൽ 1000 രൂപ വിൻ ചെയ്തിരിക്കുകയാണ് സനൂപ്. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. നല്ലൊരു കൈയ്യടി കൊടുക്കാം. സി കേരളം സൂപ്പർ ബമ്പറിലെ ആദ്യത്തെ വിജയി സനൂപാണ്. സനൂപിന് സി കേരളം സൂപ്പർ ബമ്പറിന്റെ വകയായി 1000 രൂപയാണ് സനൂപ് അടിച്ചെടുത്തിരിക്കുന്നത്. അടുത്ത ഗെയിമിലേക്ക് പോവാൻ സനൂപ് റെഡിയാണോ? റെഡിയാണ്. അടുത്ത ഗെയിമിലേക്ക് പോകാൻ സനൂപ് റെഡിയാണ്. ഗെയിം എന്താണെന്ന് അറിയേണ്ടതുണ്ട്. അതിനു മുന്നേ സി കേരളം സൂപ്പർ ബമ്പറിൽ എ ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ. ഇവിടുത്തെ കുട്ടികളുടെ ഒരു അടിപൊളി പെർഫോമൻസ്. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ കൊണ്ടുവാ കൊമ്പെട് കുറുങ്കുഴൽ കൊട് കത്തെട് തകിൽപ്പുറം കൊട് നമ്മുടെ
സനൂപാണ് മത്സരിച്ചത്. സനൂപ് ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ പിള്ളേരുടെ? അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു, ഗംഭീരമായിട്ട് ഡാൻസ് ചെയ്തു. അപ്പോ അടുത്ത പരിപാടി എന്താ? നമ്മുടെ അടുത്ത ഗെയിം ഏതാണെന്ന് നോക്കണം അല്ലേ? അപ്പൊ സനൂപിനുള്ള അടുത്ത പണി ഏതാണെന്ന് നമുക്ക് അറിയണം. ബോക്സിനകത്ത് ഏത് പണിയാണ് സനൂപിനെ കാത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. സനൂപേ എടുത്തോളൂ. സനൂപിനെ കാത്ത് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു ഗെയിമാണുള്ളത്. ഈ ഗെയിമിന്റെ പേരാണ് തലപ്പന്ത്. അപ്പോ സനൂപിനുള്ള ഗെയിം ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണും. സനൂപിന്റെ തലയില് സുന്ദര കുട്ടപ്പനായിട്ട് സനൂപ് നിപ്പുണ്ട്. തലയിലൊരു കൊട്ടയൊക്കെ വെച്ചല്ലേ, ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. അപ്പോ 100 സെക്കൻഡാണ് നമുക്കുള്ള സമയം. 100 സെക്കൻഡിനുള്ളിൽ 5 ബോളുകളാണ് പിടിക്കേണ്ടത്. തലയിൽ കെട്ടിവെച്ചിരിക്കുന്ന കുട്ടയിൽ ഇങ്ങനെ എറിഞ്ഞ് പിടിക്കുക. എത്ര ബോൾ പിടിക്കണം? 5 ബോള്. ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. 100 സെക്കൻഡാണ് സമയം. സനൂപാണ് മത്സരിക്കുന്നത്. സനൂപ് റെഡിയല്ലേ? നിങ്ങൾ റെഡിയല്ലേ? ഗെയിം സ്റ്റാർട്ട്. നൂറ് സെക്കൻഡ് മാത്രമേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് പിടിക്കുക, ഒരുപാട് സ്ട്രെയിൻ. 20 സെക്കൻഡ് കഴിഞ്ഞിരിക്കുകയാണ്. സനൂപെ ഒരുപാട് സ്ട്രെയിൻ ചെയ്യാതെ അങ്ങോട്ടാണ് പോണത്. രക്ഷയില്ല, രക്ഷയില്ല. 40 സെക്കൻഡ് കഴിഞ്ഞു. സെക്കൻഡുകൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഡേഞ്ചർ സോണിലേക്കാണ് കൊണ്ടിരിക്കുന്നത്. 60 സെക്കൻഡ്. സെക്കൻഡ്. 85. 90. 9. 8. 7. 6. 5. 4, 3, 2, 1, 0. 3 എടുത്തതായിരുന്നു, പക്ഷെ ഇത്തിരി ആത്മാർത്ഥത കൂടിപ്പോയി കളിച്ചല്ലേ, അതാണ് പറ്റിപ്പോയത്. സാരമില്ല. ഗെയിം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഗെയിം ആയിരുന്നു, പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒന്നുകൂടെ ചെയ്യാമായിരുന്നു അല്ലേ? ഏതായാലും സനൂപിന് നല്ലൊരു കൈയടി. അൺഫോർച്ചുനേറ്റ്ലി സനൂപിന് ഈ ഗെയിമിൽ നിന്നും പുറത്താകേണ്ടി വന്നു. എന്നാലും ഒരുപാട് എനർജിയും ഒരുപാട് താടിയും സൂക്ഷിക്കുന്ന ആളാണ് സനൂപ്. മനസ്സിൽ നിറയെ സ്നേഹമുള്ള സനൂപിനെ ഏതായാലും സി കേരളം സൂപ്പർ ബമ്പറിൽ നിന്ന് വിട പറയുകയാണ്. കളി തുടരേണ്ടതുണ്ട്. സൂപ്പർ ബമ്പർ ഇവിടെ അടിക്കേണ്ടതുണ്ട്. ഇനിയും ബാക്കി അവശേഷിക്കുന്ന 4 പേരുണ്ട്. സ്വാഗതം ചെയ്യാം ബാക്കിയുള്ള ആ 4 കണ്ടസ്റ്റന്റിനെ. അപ്പൊ വീണ്ടും 4 പുലിക്കുട്ടികൾ, വീണ്ടും ചുണക്കുട്ടികളും എത്തിയിട്ടുണ്ട്. അടുത്ത ആള് ആരാണെന്ന് തിരഞ്ഞെടുക്കാനുള്ള എന്റെ ചോദ്യം ഇതാണ്. നടി മീര ജാസ്മിന്റെ യഥാർത്ഥ പേരെന്താണ്? പറഞ്ഞു കൊടുക്കരുത്. ആരാണ്? എന്താണ്? ജാസ്മിൻ മേരി ജോസഫ്. ഉറക്കെ പറയൂ. ജാസ്മിൻ മേരി ജോസഫ്. ജാസ്മിൻ മേരി ജോസഫ്. മെറിന് ഹാർദവമായ സ്വാഗതം. മെറിനാണ് മത്സരിക്കാൻ വന്നിരിക്കുന്നത്. മെറിന് നല്ലൊരു കൈയടി. മെറിനുള്ള പണി എന്താണ് നമുക്ക് നോക്കാം. മെറിൻ റെഡിയല്ലേ? റെഡിയാണ്. അപ്പൊ പോരെ. സി കേരളം സൂപ്പർ ബമ്പറിൽ മെറിൻ മത്സരിക്കാനെത്തിയിരിക്കുകയാണ്. മെറിനെ കാത്തിരിക്കുന്ന 8ന്റെ പണി. ഈ ഗെയിമിന്റെ പേരാണ് റോബോട്ട്. ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറെ വൈൻ ഗ്ലാസ് ഇരിപ്പുണ്ട്. വൈൻ ഗ്ലാസ് ഇവിടെ ഒരെണ്ണം വെക്കുക, അതിന്റെ മുകളിൽ ഒരു ബോൾ വെക്കുക, അതിന്റെ മുകളിൽ
വീണ്ടും ഒരു വൈൻ ഗ്ലാസ് വെക്കുക. ഞാൻ വെച്ചിട്ട് ശരിയാവുന്നില്ല. അതിന്റെ മുകളിൽ ഒരു ഗ്ലാസ് കൂടെ വെക്കുക. അങ്ങനെ 120 സെക്കൻഡിനുള്ളിൽ 3 തട്ടുണ്ടാക്കണം. 1000 രൂപയുടെ ഗെയിമാണ്. ഗെയിം തുടങ്ങാൻ പോവുകയാണ്. ഗെയിം സ്റ്റാർട്ട്. 120 സെക്കൻഡാണ് സമയം. പതുക്കെ വളരെ ശ്രദ്ധിച്ച്. ബോൾ വെച്ചു, അതിന്റെ മുകളിൽ ഗ്ലാസ് വെച്ചു, വീണ്ടും ഒരു ബോൾ വെച്ചു. 120 സെക്കൻഡിനുള്ളിൽ ഇതുപോലെ 3 തട്ടുകളാണ് ഉണ്ടാക്കുന്നത്. കയ്യിൽ സ്കെയിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. മെറിൻ അതിവിദഗ്ധമായിട്ടാണ് ഈ ഗെയിം ചെയ്യുന്നത്. സപ്പോർട്ടില്ല, പോയി, എല്ലാം കയ്യിൽ പോയി. ശ്രദ്ധിച്ച്, വളരെ ശ്രദ്ധിച്ച് മെറിനെ. സമയമുണ്ട്. വൈറ്റ് ഗ്ലാസ് പിടിക്കുമ്പോൾ തന്നെ കൈവറയ്ക്കുന്നേ. ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച്. ഓ, വെരി ഗുഡ്. സമയം. മെറിൻ 120 സെക്കൻഡിനുള്ളിൽ 3 തട്ടുകളായിരുന്നു വെക്കേണ്ടത്. ഏകദേശം 80 സെക്കൻഡിനുള്ളിൽ 3ഉം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. 1000 രൂപയുടെ സമ്മാനം. വികലാംഗയായിട്ട് നിൽക്കുന്ന മെറിന് സ്വീകരണത്തിന്റെ 1000 രൂപ. ഇതെങ്ങനെ വാങ്ങും? കയ്യിൽ സ്കെയിലാ, വാങ്ങിക്കോ. അപ്പൊ മെറിനെ, എങ്ങനെയുണ്ടായിരുന്നു ഗെയിം? സൂപ്പർ ആയിരുന്നു. കൈ വിറയ്ക്കുമായിരുന്നോ? പ്രത്യേകിച്ച് വൈൻ ഗ്ലാസ് പിടിക്കുമ്പോൾ മെറിന്റെ കൈ നന്നായിട്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഏതായാലും കുഴപ്പമില്ല. നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോകാം അല്ലേ? ഏതായാലും അടുത്ത ഗെയിം അതാ നോക്കാൻ മെറിനെ. മെറിനുള്ള അടുത്ത ഗെയിമിന്റെ പേര് റിംഗ് മാസ്റ്റർ എന്നാണ്. റിംഗ് മാസ്റ്റർ ഗെയിം എന്താണെന്ന് അറിയാം. നമുക്ക് മെറിനെ കൊണ്ട് ചെയ്യിക്കാം. അതിനു മുമ്പ് നമുക്കൊരു നല്ല പെർഫോമൻസ് കണ്ടിട്ട് റിംഗ് മാസ്റ്ററിലേക്ക് കിടക്കാം അല്ലേ? ഗെയിം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞുതരാം. മെറിന്റെ 4 കൂട്ടുകാരെയും കൂടെ വിളിക്കണം. അപ്പോൾ ഇവിടെ റിംഗ് പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കും, ഒരാൾ അപ്പുറം നിൽക്കും. ഈ സമയത്ത് ഈ 4 റിംഗിൽ കൂടെയും മെറിൻ ഈ പ്ലേറ്റിന്റെ മുകളിൽ ഈ ബോൾ വെച്ച് അപ്പുറേ കിടക്കണം. എന്നിട്ട് അവിടെ കണ്ടൊരു സ്റ്റാൻഡ്, ആ സ്റ്റാൻഡിൽ കൊണ്ടുപോയി ഇത് വെക്കണം. 100 സെക്കൻഡാണ് സമയം. 100 സെക്കൻഡിനുള്ളിൽ ചെയ്തു തീർക്കണം. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഗെയിം തുടങ്ങാം. 4 കൂട്ടുകാരെ വിളിച്ചോളൂ. ഓക്കെ, അപ്പോ ഗെയിം തുടങ്ങാൻ പോവുകയാണ്. മെറിൻ റെഡിയാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ് റിംഗ് മാസ്റ്റർ. വളരെ ശ്രദ്ധിച്ച്. 2000 രൂപയുടെ കളിയാണ്. എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക. വളരെ ശ്രദ്ധിച്ച്. വലതുകാൽ വെച്ച് പതുക്കെ. ഓ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഒന്നുകൂടി. 20 സെക്കൻഡ് കഴിഞ്ഞിരിക്കുകയാണ്. 100 സെക്കൻഡാണ് നമുക്ക് ഈ ഗെയിമിനുള്ള സമയം എന്ന് പറയുന്നത്. 100 സെക്കൻഡിനുള്ളിൽ എന്ത് ചെയ്യണം? കേറി അപ്പുറം കൊണ്ടുപോയി വെക്കണം. ഓക്കെ,
വളരെ ശ്രദ്ധിച്ച്. ഓ പതുക്കെ പതുക്കെ. 45 സെക്കൻഡ് കഴിഞ്ഞു. ഓ വളരെ ശ്രദ്ധിച്ച്. പതുക്കെ. 60 സെക്കൻഡ് കഴിഞ്ഞിരിക്കുകയാണ്. പറഞ്ഞേ. ഓ 70 സെക്കൻഡ് കഴിഞ്ഞു. യെസ്, ഒരു കടമ്പ് കൂടി കിടക്കണം. വെറുതെ വളരെ ശ്രദ്ധിച്ച്. വളരെ 80 സെക്കൻഡ് കഴിഞ്ഞിരിക്കുകയാണ്. ഡേഞ്ചർ സോണിലാണ്. 10 9 8 7 6 5 4 3 2 1 0. അൺഫോർച്ചുനേറ്റ്ലി പറ്റിയില്ല. നമുക്കെല്ലാം പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഗംഭീരമായിട്ട് കളിച്ചു. പക്ഷെ അവസാന നിമിഷത്തിൽ പാളിപ്പോയല്ലേ? പ്രതീക്ഷ ഉണ്ടായിരുന്നു, നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇറങ്ങി അല്ലെ, അവിടെ ഇറങ്ങിയിട്ട് തൊട്ട് അടുത്തെത്തിയിട്ടല്ലേ? സാരമില്ല, സാരമില്ല. ലക്കില്ല. നമ്മൾ നെക്സ്റ്റ് ടൈം പിടിക്കും, അത്രേ ഉള്ളൂ. അടിപൊളി. ഏതായാലും മെറിന് നല്ലൊരു കയ്യടി. എന്തായാലും കളി തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അടുത്ത 3 പേര് കൂടെ നമ്മളെ കാത്തിരിപ്പുണ്ട്. അവരിൽ ആരാണ് അടുത്ത സൂപ്പർ ബമ്പറിലേക്ക് വരുന്നത് എന്ന് നമുക്കറിയില്ല. ഏതായാലും സി കേരളം സൂപ്പർ ബമ്പറിൽ എ ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ. ബാക്കിയുള്ള 3 പേര് ഇവിടെ എത്തിയിട്ടുണ്ട്, ചുണക്കുട്ടന്മാര്. ഇവരിൽ ആരാണ് എൻട്രി ആവുന്നതെന്ന് എനിക്കറിയില്ല. ചോദ്യം ഇതാണ്, നവ്യ നായരുടെ ആദ്യത്തെ ചിത്രം ഏതാണ്? പെട്ടെന്ന് കൈവെക്കൂ. നവ്യ നായരുടെ ആദ്യത്തെ ചിത്രം ഏതായിരുന്ന ചോദ്യം. എന്താണ്? നന്ദനം. നന്ദനം. ഇഷ്ടം. തീർച്ചയായിട്ടും ശരിയാണ്. നവ്യ നായർ അഭിനയിച്ച ആദ്യത്തെ ചിത്രത്തിന്റെ പേരാണ് ഇഷ്ടം. എന്താണ് പേര്? ജസ്ന. സ്വാഗതം ചെയ്യാം ജസ്നയെ സി കേരളം സൂപ്പർ ബമ്പറിലേക്ക്. സി കേരളം സൂപ്പർ ബമ്പറിൽ അടുത്ത് കളിക്കാൻ വന്നിരിക്കുന്ന ജസ്നയാണ്. അപ്പോ ജസ്നയ്ക്കുള്ള പണി ഇതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോ എടുത്തോളൂ ജസ്ന. ആരാ വിചാരിച്ചെടുത്തേ? ഏത് ചേട്ടനെ വിചാരിച്ച്? ഏത് ചേട്ടൻ? ഇതാണോ ചേട്ടൻ? എന്റെ മനു. പേരെന്താ? മനു. അപ്പൊ ജസ്ന അഖിലിനെ ഓർത്ത എടുത്തെന്ന് പറഞ്ഞു, നറുക്കെടുത്തത്. അപ്പൊ എന്താ, രക്ഷപ്പെടുവോ? എന്തായാലും ജസ്നയ്ക്ക് വേണ്ടി നല്ലൊരു പാട്ട് പാടി കൊടുക്കാം അല്ലേ? എന്നാ പിടിച്ചോ. ലജ്ജാവതിയെ നിന്റെ കളകടക്കണ്ണിൽ, നിന്റെ കളകടക്കണ്ണിൽ, താഴമ്പുവോ താമരത്തുവോ ഏനോ തേനിലാവോ. ഇത് ഉറപ്പായിട്ടും ജസ്റ്റ് തോക്കും ഈ പാട്ട് കേട്ടിട്ട്. ഓക്കെ, എന്തായാലും ജസ്നയ്ക്കുള്ള അടുത്ത ഗെയിമിന്റെ പേര് എന്താണെന്ന് പറയാൻ പോവുകയാണ്. അടുത്ത് കളിക്കാൻ വന്നിരിക്കുന്നത് ജസ്നയാണ്. ഗെയിമിന്റെ പേര് പറയുന്നതിന് മുന്നേ എന്താണ് ഒരു നല്ല പെർഫോമൻസ്.
അപ്പോ അടുത്ത ഗെയിം എന്താണെന്നറിയാൻ എല്ലാവരും ആകാംക്ഷഭരിതരായിട്ടിരിക്കല്ലേ? അടുത്ത ഗെയിമിന്റെ പേരാണ് അമ്മായിയുടെ ദോശക്കട. അമ്മായി ഇവിടെ ദോശ ചുടാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. ജസ്റ്റി അമ്മായി ഇതാ ചട്ടുകൻ റെഡിയാക്കിയിട്ടുണ്ട് അമ്മായിക്ക്. അമ്മായി ഓരോ ദോശ ഇവിടെ ദോശ ഇതാണ്. ഓരോ ദോശ എടുക്കുക. ഈ ചട്ടുകളിൽ നിന്ന് ദോശ താഴെ പോകാതെ ഇതിവിടെ കൊണ്ടുപോയി വെക്കുക. 3 എണ്ണം വെച്ചാൽ മതി. ആദ്യത്തെ ഗെയിമിനുള്ള സമയം 120 സെക്കൻഡ് ആണ്. ഗെയിമിന്റെ പേരാണ് അമ്മായിയുടെ ദോശക്കട. റെഡി? ഈ ഗെയിം കാണുമ്പോൾ നമുക്ക് ഏത് പാട്ട് ഓർമ്മ വരുന്നേ? ഉറക്കപ്പാട് പാടിക്കോ. അപ്പങ്ങളെമ്പാടും ചുട്ടമ്മായി മരുമോനെ വീട്ടിൽ വിളിച്ചമ്മായി. അപ്പാടെ അപ്പങ്ങൾ ഓരോ തരം അരയിൽ ചുമന്ന് വരുന്നമ്മായി. 50 സെക്കൻഡ് കഴിഞ്ഞിരിക്കുകയാണ്. പാട്ടിനിയുണ്ട്. അമ്മായിയുടെ ദോശക്കടയിൽ പാട്ടിനിയുണ്ട്. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ചുട്ടത് മരുമോനിക്കായി. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ചുട്ടത് മരുമോനിക്കായി. അമ്മായി കൊച്ചമ്മായി മരുമോനെ പൊന്നമ്മായി കച്ചോടം പൊട്ടിയപ്പോ വട്ടായി പോയി. അമ്മായി കൊച്ചമ്മായി മരുമോന്റെ പൊന്നമ്മായി കച്ചോടം പൊട്ടിയപ്പോ വട്ടായി. ഒരു ദോശയെ ചുട്ടിട്ടുള്ളൂ. സെക്കൻഡായി. 105 സെക്കൻഡ്. 110. 10 9 8 7 6 5 4 3 2 1 0. സാരമില്ല, പറ്റിപ്പോയി അല്ലേ? നല്ലൊരു ഗെയിമായിരുന്നു. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിമായിരുന്നു. ഇത് ചെയ്യാൻ വേണ്ടി ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? മലയാളിക്കൊരു സൂപ്പർ അപ്പൊ എന്താ പേര്? ഫെബിൻ. എന്ത് ചെയ്യുന്നു ഫെബിൻ? ഇവിടെ ഞാൻ ഇവിടെ എം.കോം ഫൈനൽ ഇയർ പഠിക്കുകയാണ്. നല്ലൊരു കൈയടി.
അമ്മായിയുടെ ദോശക്കടയിൽ ദോശ ചൂടാനായിട്ട് പുതിയ പണിക്കാരനെ എത്തിയിരിക്കുകയാണ് ഫെബിൻ. ഏതായാലും ഫെബിനെ നന്നായിട്ട് ദോശ ചുട്ടോളൂ. അപ്പൊ ഗെയിം സ്റ്റാർട്ട് ചെയ്യാണ്. ഗെയിം സ്റ്റാർട്ട്. പുതിയായിരുന്നല്ലേ ഗംഭീരമായിട്ട്. ഏതായാലും സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിക്രമിക്കല്ലേ? എന്നാ പരിപാടിയുണ്ട് ഇത്? പണിയല്ലേ? ഓ സമയം 100 സെക്കൻഡായി, 110 സെക്കൻഡായി. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഓക്കെ ഫെബിനെ, സമയം കഴിഞ്ഞിരിക്കുകയാണ്. കൃഷ്ണ നന്നായിട്ട് കളിച്ചല്ലേ ഫെബിനെ? നന്നായിട്ട് കളിച്ചു. ഫെബിന്റെ ഒരു പറ്റിപ്പോ എന്ന് വെച്ചാൽ എല്ലാം അവിടം വരെ എത്തിക്കുന്നുണ്ട്, എന്നിട്ട് അവിടുന്ന് പിന്നെ പോവായിരുന്നു അല്ലേ? അപ്പൊ നമ്മുടെ എല്ലാവരുടെ മനുഷ്യരുടെ എല്ലാവരുടെ കാര്യമാണ്, നമ്മളെല്ലാത്തിന്റെ അറ്റത്ത് വരെ എത്തിക്കും, എന്നിട്ട് പിന്നെ പോകും, എന്നിട്ട് പിന്നെ പരാതി പറയും, അയ്യോ അത് കിട്ടിയില്ല, അത് അടുത്ത് വരെ എത്തിയതായിരുന്നു. പക്ഷെ നമ്മള് നേടിയെടുത്തതിനെ കുറിച്ച് ആരും ഒന്നും ചിന്തിക്കുന്നില്ല. ഈ ഒരു ബോൾ പോകുന്നതിലാണോ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം? ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെടലുകളെ കുറിച്ച് ഓർക്കണ്ട, ജീവിതത്തിൽ നേടിയെടുത്തതിനെ കുറിച്ച് ഓർക്കാം, നേടിയെടുത്ത മൂല്യങ്ങളെ കുറിച്ച് ഓർക്കാം. നാളെ ഒരുപക്ഷെ പൊടിമാറിയ പൊടിപൂരവുമായി നിങ്ങളുടെ കലാലയത്തിൽ ഞങ്ങൾ ഉണ്ടാവും, സൂപ്പർ ബമ്പറുമായി. അതുവരേക്ക് വിട പറയുന്നു നിങ്ങളുടെ സ്വന്തം സൂരജ് പാലക്കാട്.